everyone, welcome back to our channel, the 1989. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നിങ്ങളെല്ലാവരും തംബ്നെയിലിൽ കണ്ടു കാണും ഒരു കിഡിലൻ ഐസ്ക്രീമാണ്. ഒരു ഡെസേർട്ട് അല്ലെങ്കിൽ പുഡിംഗ് ഒക്കെ ആയിട്ട് നമുക്കിത് സെർവ് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് എങ്ങനെയാണ് ഈ കിഡിലൻ ഐസ്ക്രീം ഉണ്ടാക്കുന്നത് നോക്കാം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഈ ബിസ്ക്കറ്റിന് വെച്ചിട്ടുള്ള ഡെസേർട്ടിന് നമുക്ക് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് പാർലേജിയുടെ സാധാരണ ബിസ്ക്കറ്റാണ്. ഇത് നമ്മുടെ എല്ലാവരുടെ വീടുകളിലും അവൈലബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ്, ഇങ്ങനത്തെ ഒരു ബിസ്ക്കറ്റ്. പിന്നെ നമുക്ക് വേണ്ടത് ബട്ടറാണ്, പിന്നെ കുറച്ച് പൗഡേർഡ് ഷുഗറും. ഈ 3 സാധനങ്ങളുണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ടുള്ള ഐസ്ക്രീമോ അല്ലെങ്കിൽ ഡെസേർട്ടോ എന്ത് വേണമെങ്കിലും നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ബിസ്ക്കറ്റ്സ് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് ഈസി ആയിട്ടൊരു ഡെസേർട്ട് ഐറ്റം ഉണ്ടാക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു 20 ബിസ്ക്കറ്റ്സ് ഉണ്ടായിരുന്നു. ആ ബിസ്ക്കറ്റ്സ് ഞാനിവിടെ പൊട്ടിച്ചിട്ടിട്ടുണ്ട്, ഇതുപോലെ പൊട്ടിച്ചിട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ ഇനി ചെയ്യേണ്ടത് പൗഡേർഡ് ഷുഗർ ആഡ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ പൗഡേർഡ് ആയിട്ടുള്ള ഷുഗർ ഓൾറെഡി നിങ്ങളുടെ കയ്യിൽ പൊടിച്ച് വെച്ച് പഞ്ചസാര ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ചേർക്കേണ്ട ആവശ്യമില്ല. ഇപ്പം എൻ്റെ കയ്യിൽ ഇപ്പോൾ ഓൾറെഡി പൊടിച്ച് വെച്ച് പഞ്ചസാര ഇരിപ്പുണ്ട്. അപ്പം ഓൾറെഡി ഇത് പൗഡേർഡ് ഫോമിലാണല്ലോ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം ബിസ്ക്കറ്റ് ഒന്ന് പൊടിച്ചെടുത്തതിന് ശേഷം വേണം ഈ പൊടിച്ച് വെച്ച് പഞ്ചസാര ചേർക്കാൻ. ഇനി പൗഡേർഡ് ഷുഗർ ഇല്ലാത്തവരാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു സമയത്ത് ഒരു 3-4 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്തതിന് ശേഷം നിങ്ങളിത് ഒരുമിച്ച് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമുക്കിത് വേഗം പോയിട്ട് പൊടിച്ചെടുത്തിട്ട് വരാം. ഞാനിവിടെ പൊടിച്ചിട്ടുണ്ട് പഞ്ചസാര, ബിസ്ക്കറ്റ് നല്ലപോലെ പൊടിച്ചിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ നല്ല പൊടിയായിട്ട് നമുക്ക് കിട്ടണം. അപ്പോൾ ഇതിനകത്ത് തരികളൊന്നും ഇല്ല എന്നുള്ളത് ഉറപ്പ് വരുത്തണം കേട്ടോ. പഞ്ചസാര ഇട്ടിട്ടാണ് പൊടിക്കുന്നതെങ്കിൽ പഞ്ചസാരയും ബിസ്ക്കറ്റും ഒക്കെ നല്ല പോലെ പൊടിഞ്ഞു എന്നുള്ളത് ഉറപ്പ് വരുത്തണം. ഒരു ചെറിയ തരി പോലും ഉണ്ടാകാൻ പാടില്ല, കട്ട പിടിച്ചൊന്നും കിടക്കാൻ പാടില്ല. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ചേർക്കേണ്ടത്, ഞാനിവിടെ പൗഡേർഡ് ഷുഗർ ആയതുകൊണ്ട് ഞാനൊരു 2 തൊട്ട് 3 ടേബിൾ സ്പൂൺ വരെ പൗഡേർഡ് ഷുഗർ ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട്. എൻ്റെ മധുരത്തിനനുസരിച്ചാണ് ഞാനിവിടെ ചേർക്കുന്നത്. പിന്നെ എനിക്ക് വേണ്ടത് 1/2 കപ്പ് പാലാണ്. ഈ പാലിന് പകരം വെള്ളത്തിലും നിങ്ങൾക്ക് ചെയ്യാം, പക്ഷെ ഞാൻ വെള്ളത്തിൽ ചെയ്തപ്പോൾ എനിക്ക് അത്ര അങ്ങോട്ട് ടേസ്റ്റ് നന്നായി തോന്നിയില്ല. അതുകൊണ്ടാണ് ഞാൻ പാല് പ്രിഫർ ചെയ്യുന്നത്. അതും പാല് മുഴുവൻ ഒഴിച്ച് നിങ്ങൾ അടിക്കരുത്, ലൂസായി പോവും. അപ്പം കുറച്ച് ഒഴിച്ചിട്ട് വേണം നിങ്ങൾ അടിക്കാൻ. ഞാനിപ്പോൾ ഈ 1/2 കപ്പിൻ്റെ കുറച്ച് ഭാഗം മാത്രമേ ഇതിൻ്റെ അകത്തോട്ട് ഒഴിച്ചിട്ടുള്ളൂ. ഇത് നല്ല പോലെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുത്തിട്ട് വരാം. ഇപ്പം ഞാൻ പാലൊഴിച്ച് നല്ലപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം ഇത് കറക്റ്റ് ആണോ കൺസിസ്റ്റൻസി എന്നുള്ളത് നോക്കാം. കണ്ടോ, കുറച്ചൊരു ക്രീമി ആയിട്ടുള്ള ഒരു കേക്കിൻ്റെയൊക്കെ ബാറ്റർ നമ്മൾ ഉണ്ടാക്കുന്ന പോലെ റിബൺ ഫോൾഡ് ചെയ്യുന്ന രീതിയിലാണ്, ഫോൾഡിങ് ഇതിലാണ് ഇത് അരിഞ്ഞിരിക്കുക. അപ്പോൾ കുറച്ചും കൂടി നമുക്ക് ഒന്ന് എന്ത് ചെയ്യണം, ഒന്ന് അടിക്കാനുണ്ട്. അപ്പം നമ്മൾ കുറച്ചും കൂടി ഒരു ടേബിൾ സ്പൂൺ പാലും കൂടി ഒഴിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ ആവശ്യത്തിന് വാനില എസൻസ്, നിങ്ങളുടെ കയ്യിൽ വേറെ ഏതെങ്കിലും ഫ്ലേവർ ചോക്ലേറ്റ് എസൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഒഴിക്കുക കേട്ടോ. എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് ഞാൻ വാനില എസൻസ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടം, അതുകൊണ്ട് ഞാൻ വാനില എസൻസ് ഒഴിക്കുന്നു. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൂം ടെമ്പറേച്ചറിൽ ഇരിക്കുന്ന ബട്ടർ, അൺസോൾട്ടഡ് ആയിട്ടുള്ള ബട്ടർ, ഇത് വേണം നമ്മൾ ഇനി അടുത്തത് എടുക്കാൻ. അപ്പം ഇതിൽ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങളുടെ വീട്ടിൽ ഫ്രഷ് ക്രീം ഇരിപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രഷ് ക്രീം ഒരു 1/2 കപ്പ് ചേർത്ത് കൊടുക്കാം. അതല്ല ഇനി നിങ്ങളുടെ കയ്യിൽ വിപ്പിംഗ് ക്രീം ആണുള്ളതെങ്കിൽ ആ വിപ്പിംഗ് ക്രീം ഒരു 1/2 കപ്പ് നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് രണ്ടും ഇല്ലെങ്കിൽ പാൽപ്പാട ഉണ്ടെങ്കിൽ ഒരു 4-5 ടേബിൾ സ്പൂൺ പാൽപ്പാട നിങ്ങൾക്ക് ഇതിനകത്ത് മിക്സ് ചെയ്തിട്ട് തടിക്കാം. ഇനി ഇതൊന്നും ഇല്ലാത്തവരാണെങ്കിൽ എന്നെ പോലെ ബട്ടർ എടുക്കുക. കാരണം ഈ ഒരു ഡെസേർട്ടിന് ഏറ്റവും കൂടുതൽ ഫ്ലേവർ കൊടുക്കുന്നത് ബട്ടറാണ്. അപ്പോൾ ഈ ബട്ടർ എടുത്തിട്ട് നമ്മളൊരു 3-4 ടേബിൾ സ്പൂൺ വരെ ബട്ടർ ഇട്ടിട്ടാണ് ഇനി ഇത് മിക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാനിവിടെ ആദ്യം 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ടു, 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നല്ല പോലെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. എന്നിട്ട് നമുക്കിതിൻ്റെ കൺസിസ്റ്റൻസി നോക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ ബട്ടർ ഇനി ഇടണോ വേണ്ടിയോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പം ഞാൻ 2 ടേബിൾ സ്പൂൺ ബട്ടർ ആയിരുന്നല്ലോ ആദ്യം ഇട്ടിട്ടുണ്ടായിരുന്നേ. അപ്പം എനിക്ക് കുറച്ച് ഫ്ലഫിനെസ് കുറവായിട്ട്, ഒരു ക്രീമി ടെക്സ്ചർ കുറവായിട്ട് തോന്നി. അപ്പം ഞാൻ വീണ്ടും 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ഇട്ടു. അതോടൊപ്പം 1 ടേബിൾ സ്പൂൺ പാലും കൂടി ഒഴിച്ചു. ഇപ്പോൾ കണ്ടോ, നല്ല ക്രീമി ആയിട്ട് നമുക്ക് ക്യാരമലൊക്കെ നമ്മൾ മിൽക്ക് മെയ്ഡൊക്കെ കുക്കറിൽ വെച്ച് ക്യാരമലൈസ് ചെയ്യില്ലേ, ആ ഒരു ടെക്സ്ചറിന് നമുക്കിത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ നല്ല പോലെ മോൾഡിൽ ഒഴിച്ച് നമുക്ക് സെറ്റ്. അപ്പോൾ കുൽഫീൻ്റെ മോൾഡൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനത്തെ മോൾഡിൽ ഉപയോഗിക്കാം. ഇനി ഇതിന് കളർ കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് കൊക്കോ പൗഡർ ആഡ് ചെയ്യാം കേട്ടോ. അപ്പം ഞാനിവിടെ കൊക്കോ പൗഡറും കൂടി ആഡ് ചെയ്ത് ഒന്നും കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ കൊക്കോ പൗഡർ ഇല്ലാത്തവർ ചോക്ലേറ്റ് സിറപ്പ് വേണമെങ്കിൽ ആഡ് ചെയ്ത് ബീറ്റ് ചെയ്തെടുക്കാം. ഇതൊന്നും ഇല്ലാത്തവരാണെങ്കിൽ ഇങ്ങനെ തന്നെ നിങ്ങൾ ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ആ പാത്രത്തിൽ നിങ്ങൾക്കിത് സെറ്റ് ചെയ്തെടുക്കാം. അപ്പം ഞാൻ കുറച്ച് കൊക്കോ പൗഡർ ഇട്ട് ഇതൊന്നും കൂടി ബീറ്റ് ചെയ്യാൻ പോവാണ്. എനിക്ക് കുറച്ചും കൂടി കളർ, ഒരു ചോക്ലേറ്റ് ഫ്ലേവർ വേണം എന്നുള്ളത് കൊണ്ട് ഞാനെന്താ 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഇട്ടിട്ടുണ്ട്. ഞാൻ കാഡ്ബറിയുടെ
കൊക്കോ പൗഡറാണ് ഉപയോഗിക്കുന്നത്. അപ്പം ഇത് ഞാൻ 1 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് ടൈറ്റായിട്ട് തോന്നുവാണെങ്കിൽ ഞാൻ 1 ടേബിൾ സ്പൂൺ പാലും കൂടി ഒഴിക്കും. ഇപ്പം ഞാൻ 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, അതേപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം പാൽ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നോക്കാം. കണ്ടോ, അപ്പോൾ എൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസിയായി, നല്ല ആവശ്യത്തിന് ലൂസും എന്നാൽ അത്ര കട്ടകളൊന്നുമില്ല, നല്ല ക്രീമി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് ഞാൻ എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. ഇപ്പം ഞാൻ സെറ്റ് ചെയ്യാൻ പോകുന്നത് ഇതുപോലെയുള്ള മോൾഡിലാണ്. ഇനി ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കുൽഫി ഷേപ്പിൽ വേണമെന്നുണ്ടെങ്കിൽ കുൽഫിയുടെ മോൾഡുകൾ കിട്ടുമല്ലോ, അപ്പം അതിൻ്റെ അകത്തോട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒഴിക്കാം. ഇനി അതല്ല നിങ്ങൾ ചോക്ലേറ്റ് പോലെയാണ് അല്ലെങ്കിൽ ഐസ്ക്രീം പോലെ, ചോക്ലേറ്റ് ഐസ്ക്രീമൊക്കെ പോലെ ഐസ്ക്രീമായിട്ട് സ്കൂപ്പ് ചെയ്തെടുക്കാനാണെങ്കിൽ നിങ്ങൾക്ക് അതുപോലെ വേണമെങ്കിലും ഒരു അടപ്പുറപ്പുള്ളൊരു പാത്രം എടുക്കുക, കവർ ചെയ്യാൻ പറ്റുന്ന ഒരു പാത്രം എടുത്തിട്ട് അതിൻ്റെ അകത്തോട്ട് ഒഴിക്കാം. അപ്പം ഞാൻ ഇതിൻ്റെ അകത്തോട്ട് ഒഴിച്ച് ഫ്രീസറിൽ വെച്ചിട്ട് 1 മണിക്കൂർ സെറ്റ് ചെയ്യും. എന്നിട്ട് ഞാൻ കേക്കിൻ്റെ മുകളിൽ ടോപ്പിംഗ് ആയിട്ടാണ് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത്. ഇത് 1 മണിക്കൂർ വെച്ചതിന് ശേഷം, ഇല്ല 1 മണിക്കൂർ വെച്ചതിന് ശേഷം ഒന്നും കൂടി മിക്സിയിലിട്ടിട്ട് ഒന്നും കൂടി ബീറ്റ് ചെയ്ത് ഒരു 6 മണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി ഐസ്ക്രീം ആയിട്ട് ഇത് മാറും. കുൽഫീൻ്റെ മോൾഡുകളിൽ വെക്കുവാണെങ്കിൽ ഒരു 5-6 മണിക്കൂർ വെച്ചിട്ട് നിങ്ങൾ എടുക്കുവാണെങ്കിൽ കുൽഫി ആയിട്ട് വേണമെങ്കിലും നിങ്ങൾക്കിത് കഴിക്കാം, ഇല്ലെങ്കിൽ ചോക്ലേറ്റ് സ്റ്റിക്ക് ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്കിത് കഴിക്കാം. അപ്പോൾ ഏത് രീതിയിൽ കഴിക്കണം എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ ഞാനിതൊരു പാത്രത്തിലേക്ക് ഒഴിക്കാൻ പോവാണ്. കണ്ടോ, നല്ല ഫോൾഡായിട്ട് നമ്മുടെ ചോക്ലേറ്റിൻ്റെ ക്രീം അല്ലെങ്കിൽ കേക്കിൻ്റെ ബാറ്റർ ഒക്കെ വീഴുന്ന പോലെ തന്നെ വീഴുന്നുണ്ട്. ഇതൊരു 4 കുൽഫി മോൾഡിലേക്കൊക്കെ ഉള്ളതുണ്ടാവും കേട്ടോ, കുൽഫി മോൾഡിലേക്കുള്ളതുണ്ടാവും. അഥവാ ഇനി നിങ്ങൾ ഐസ്ക്രീം ഒക്കെ ആക്കുവാണെങ്കിൽ ഒരു 3-4 സ്കൂപ്പൊക്കെ എടുക്കാനുള്ള ഐസ്ക്രീം നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് കിട്ടും. അപ്പം എനിക്കിപ്പോൾ ഈ ഒരു ബൗളിൽ കറക്റ്റ് ഈ ഒരു ബൗൾ ഫുള്ളായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല ക്രീമി ആയിട്ട് ഇരിപ്പുണ്ട് അല്ലേ, നല്ല ടേസ്റ്റും ഉണ്ട്, അടിപൊളി ഫ്ലേവറും ആട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. ഇപ്പം ഞാൻ നേരത്തെ ഉണ്ടാക്കിയത് ഞാൻ കേക്കിൻ്റെ കൂടെ ഗസ്റ്റിന് സെർവ് ചെയ്തു. ഇനി ഞാൻ വേറൊരു ബൗളിൽ ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഐസ്ക്രീം പോലെ എങ്ങനെ സ്കൂപ്പ് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളത് കാണിച്ചു തരാൻ വേണ്ടി ഞാൻ വേറൊരു ബൗളിൽ സെറ്റ് ചെയ്തതാണ്. അതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് കൊക്കോ പൗഡർ ഡസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങളിപ്പോൾ ഈ പിക്ചർ ഇതിൽ കാണുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് കൊക്കോ പൗഡർ ഡസ്റ്റ് ചെയ്തിട്ട് ഒരു കണ്ടെയ്നറിൽ ടൈറ്റായിട്ട് അടച്ചു വെക്കാവുന്നതേ ഉള്ളൂ. ഇപ്പം നമുക്കിത് എങ്ങനെയാണ് ഐസ്ക്രീമൊക്കെ സ്കൂപ്പ് ചെയ്യുന്ന പോലെ സ്കൂപ്പ് ചെയ്തെടുക്കാൻ പറ്റുക എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പം ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ട് എങ്ങനെയാണ് ഇത് സ്കൂപ്പ് ചെയ്യേണ്ടതെന്നുള്ളത് കാണിച്ചു തരാം. അപ്പം ഞാനിവിടെ ഒരു ഐസ്ക്രീം ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്തോട്ടാണ് ഞാൻ ഡയറക്റ്റ് ആയിട്ട് ഇനി സ്കൂപ്പ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സ്കൂപ്പർ നിങ്ങൾക്ക് ഐസ്ക്രീം സ്കൂപ്പ് ചെയ്യുന്നതൊക്കെ അതൊക്കെ ഉണ്ടെങ്കിൽ, അങ്ങനത്തെ സ്പൂണൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഉപയോഗിക്കാം, ആ സ്പൂൺ ഉപയോഗിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ചെയ്യുന്നത് പോലെ നോർമലായിട്ടുള്ള ഏതെങ്കിലും ഒരു സ്പൂൺ എടുത്തിട്ട് നിങ്ങൾക്ക് സ്കൂപ്പ് ചെയ്യാം. അപ്പം ഇതുപോലെ കിട്ടും. അപ്പോൾ ഇത് കുറച്ചും കൂടി വെക്കുവാണെങ്കിൽ കുറച്ചും കൂടി സ്റ്റിഫായിട്ട് കിട്ടും കേട്ടോ. ഞാനിപ്പോൾ ഗസ്റ്റിന് വേറെ ഈ ഐസ്ക്രീം ടേസ്റ്റ് ചെയ്യണമെന്ന് ഗസ്റ്റ് പറഞ്ഞതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അത് എടുത്തതാണ്. അപ്പം നിങ്ങൾക്ക് കുറച്ച് നേരം കൂടി വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി സ്റ്റിഫായിട്ട് നിങ്ങൾക്ക് ഐസ്ക്രീം സ്കൂപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഇതൊക്കെ ഒരു 2-3 മണിക്കൂറും കൂടി വെക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ 2-3 മണിക്കൂർ വെക്കാത്തതിൻ്റെ ഒരു സെറ്റ് ആവാത്തതിന് ചെറിയൊരു ലൂസായിട്ടാണ് ഇരിക്കുന്നത്. ഇവിടെ ഐസ്ക്രീം കഴിക്കാൻ പോകുന്നത് ജോബക്കുട്ടനാണ്. ജോബക്കുട്ട, ഐസ്ക്രീം എങ്ങനെയുണ്ട്? ഒരക്കെ പറ. സൂപ്പറാണോ? ഇഷ്ടായോ? ഞാൻ വേഗം കഴിച്ചേ നോക്കട്ടെ ജോബക്കുട്ട കഴിക്കുമോന്ന്. ആണോ? സൂപ്പറാണോ? ഓക്കെ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ഐസ്ക്രീമാണ്. ബിസ്ക്കറ്റ് ആണെന്ന് ആരും പറയില്ല. നമുക്ക് അടിപൊളി ചോക്ലേറ്റ് ഐസ്ക്രീം ബിസ്ക്കറ്റ് വെച്ച് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ വീണ്ടും നല്ല അടിപൊളി സ്വീറ്റ് ഡെസേർട്ട്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.